ഹലോ ട്രേഡേഴ്സ്, ബാങ്ക് നിഫ്റ്റി ട്രേഡ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ബാങ്ക് നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത. ഓൾറെഡി ഒരു നെഗറ്റീവ് ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി വരുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റി ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അവസാനത്തെ കുറച്ച് നിമിഷം കൺസോൾട്ടേഷനിലേക്ക് പോവുകയത്. ഓൾറെഡി റീറ്റെയിൽ ട്രേഡേഴ്സ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ വെച്ചിട്ടുണ്ടാവുക. ആ ഒരു കാരണവശാൽ ബാങ്ക് നിഫ്റ്റി മാക്സിമം ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവാൻ സാധ്യത. ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുന്നത് എവിടെയാണ് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പം ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല 52,000 ഇന്ന് ഹിറ്റ് ചെയ്ത ഒരു ലോ ആണ് 52,000 എന്നുള്ളത്. അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അതിൻ്റെ അടുത്ത് എവിടെയാണെങ്കിലും ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയി നോക്കിയിട്ട് അതൊരു റിവേഴ്സൽ ക്യാൻഡിൽ, ഇതുപോലെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ ചെയ്യാം. മാക്സിമം മാർക്കറ്റ് ഈ റേഞ്ച് 52 to 50 വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫസ്റ്റ് മൂവ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. സോ അതിനുശേഷം നിങ്ങൾ മാർക്കറ്റിന് എക്സിറ്റ് ചെയ്യാം, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാം. സോ അതാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ്, ഇഫ് മാർക്കറ്റ് ഓപ്പൺസ് ബിലോ 52,000, ഇതിൻ്റെ താഴെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഷാർപ്പ് ഫോൾ, ഇന്ന് സംഭവിച്ച പോലത്തെ ഒരു ഷാർപ്പ് ഫോൾ ഉണ്ടാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ്ലി 1 മിനിറ്റ് ക്യാൻഡിൽസ്റ്റിക്കിൽ പോയതിന് ശേഷം അവിടെ കറക്റ്റ് ഒരു ഷാർപ്പ് ഫോളാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന് അടുത്ത് വരുന്ന ക്യാൻഡിൽസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ, ഇത് ഫസ്റ്റ് 1 മിനിറ്റ്, അതായത് 9:16 ഇങ്ങനെ ഒരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി അടുത്ത 2-3 ക്യാൻഡിൽ ഈ ഒരു ഫോർമേഷനാണ് ഈ ഒരു റേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ റേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യുക. എന്നിട്ട് ഇത് സ്റ്റോപ്പ് ലോസ് വെക്കുക, ഇതിൻ്റെ താഴെ ടാർഗറ്റ് ക്യാപ്ചർ ചെയ്തോളുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 12:30 to 1 o'clock വരെ ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഫോർമേഷൻ ഇന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാങ്ക് നിഫ്റ്റി ഇന്ന് 1 മിനിറ്റ് ക്യാൻഡിൽ ഫോർമേഷൻ, ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയതിനു ശേഷം ഒരു ഷാർപ്പ് ഫോൾ വന്ന് അതിനുശേഷം കുറച്ച് നേരം ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഒരു 1, 2, 3, 4 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഈ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യാനോ അല്ല അതിൻ്റെ മുകളിലേക്കോ പോകാൻ പറ്റിയിട്ടില്ല. അതിന് പുറമെ ഇതിൻ്റെ ക്ലോസിനും ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ടുമാറോ മോർണിംഗ് അതേപോലത്തെ ഒരു ഫോർമേഷനാണ് 52,000 താഴെ ആവുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോമായി അതിൻ്റെ താഴെ ഇങ്ങനെ കുറച്ച് ക്യാൻഡിൽസ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് പുട്ട് ബൈ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുക, അത് ഹോൾഡ് ചെയ്യുക. അത് അറൗണ്ട് 12:30 to 1 o'clock വരെ ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് 1:30 വരെ ഹോൾഡ് ചെയ്യാം. ബിക്കോസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ 51,500 ആണ്. അപ്പോൾ ഒന്നിക്ക് 51,500, 130 അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇവിടെ 1 മിനിറ്റ് ഇതായി, പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യുക. ഈ ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അത് ഇവിടം വരെ 52,250 വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതാണ് സെക്കൻഡ് ഓപ്ഷൻ. മുകളിലേക്ക് ഇല്ല മൂവ്മെൻറ്റ് നമുക്ക് 12:30 1 o'clock ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം, അഥവാ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഇവിടെ എങ്ങനെ ഫോർമേഷൻ ഉണ്ടാക്കുന്നു, അതിനുശേഷം ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓപ്ഷൻ ചെയിൻ, ബാങ്ക് നിഫ്റ്റീൻ്റെ ഓപ്ഷൻ ചെയിനിൽ നോക്കാം. ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും അറൗണ്ട് 52,000 മാക്സിമം പുട്ട് റൈറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് കോളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മാക്സിമം ഹോൾഡ് ഉള്ളത് 52,500 നമ്മൾ മേജർ റെസിസ്റ്റൻസ് 52,500 മേജർ സപ്പോർട്ട് 52,000 ആണ്. അത് നിങ്ങളെപ്പം ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ഏകദേശം ഈ പൊസിഷൻ 52,100 52,200 മോശമില്ലാത്ത പുട്ട് റൈറ്റേഴ്സും കോൾ റൈറ്റേഴ്സും ഓൾറെഡി അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരുടെ പൊസിഷൻസ്. ഈ റേഞ്ച് 52,940 915 ഉള്ളിൽ ആണെങ്കിൽ അവിടുന്ന് റിവേഴ്സ് ആവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് 52,200 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മോർണിംഗ് സെക്ഷനിൽ ആ ട്രേഡ് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ എടുക്കണം. ഈ ഒരു പൊസിഷനിലേക്ക് മാർക്കറ്റ് 52,000 താഴെയാണെങ്കിലും അല്ലെങ്കിൽ 52,000 ഈ പൊസിഷനിലേക്ക് വരും. കാരണം ഇവിടെ മാക്സിമം കോൾ റൈറ്റേഴ്സും പുട്ട് റൈറ്റേഴ്സും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മൂവ്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം പ്രത്യേകിച്ച് കാണാൻ പറ്റും. പുട്ട് റൈറ്റേഴ്സ് മാക്സിമം അവരെ പ്രൈസിൽ നിന്ന് എക്സിസ്റ്റ് ആയിട്ടുണ്ട്. മാക്സിമം അവർ ഫ്രം 52,800, അതായത് ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയ മുതൽ
അവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് 52,000 വരെ പോകുന്നതെന്ന് കണ്ടപ്പം ഈ പോർഷനിലില്ല പുട്ട് റൈറ്റേഴ്സ് ഹോൾഡായി. മീൻസ് അവർക്ക് കോൺഫിഡൻസ് ഇല്ല മാർക്കറ്റ് എവിടത്തേക്കാണ് മൂവ് ആവുകയെന്നില്ല. അതുകൊണ്ടാണ് അവരവിടെ എക്സിറ്റ് ആയതും. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് കോൾ റൈറ്റേഴ്സ് അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കും. അതായത് ഇവിടെ അധികം നേരം ഹോൾഡ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് മാർക്കറ്റ് 52,100 52,200 ഉള്ളിൽ ഹോൾഡ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്കായിരിക്കും മൂവ്മെൻറ്റ്. ഇപ്പം താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി അടുത്തൊരു സപ്പോർട്ടിലേക്ക് 51,500 ആണ്, ആ ഒരു സപ്പോർട്ടിലേക്കാണ് പോവുക. ഇനി അതെല്ലാം മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മോശമില്ലാത്തൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 53,000 വരെ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവിടെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഹോൾഡ് ഇല്ലത്. കോൾ റൈറ്റേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 53,000 അത് നമുക്കൊന്ന് ചാർട്ടിലൊന്ന് നോക്കാം. മാർക്കറ്റ് ഡെഫിനറ്റ്ലി 53,000 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് ഈ റേഞ്ചിൽ വന്നിട്ട് മാക്സിമം റൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് ഇതാണ്. ഇവിടുന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ഔട്ട് ആവുന്നത്, ഇവിടുന്ന് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ആവുന്നത്. അതൊരു സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം. ഇതേപോലത്തെ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡില ഫോം ആയിട്ട് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസും ആവണം. അത് ബ്രേക്ക് ഔട്ട് ആയിട്ട് പിന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ മാതിരി ഇതിപ്പോൾ ഇവിടെ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പിന്നെ റിവേഴ്സ് ആവാൻ പാടില്ല. ആ റിവേഴ്സ് ആവുന്നതിന് പകരം മാർക്കറ്റ് ഇതേപോലെ ഫോളായി എന്നിട്ട് പിന്നെ ഒരു റേഞ്ചിൽ ഇങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബിക്കോസ് ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു മുകളിലേക്ക് മൂവ് ആവുന്നുണ്ടെങ്കിൽ ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് എന്ന് അർത്ഥം. പക്ഷേ അതിന് പകരം ബ്രേക്ക് ഔട്ടായി അവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഇവിടുന്ന് ഫോളായി നല്ല സ്ട്രോങ് ക്യാൻഡിൽ എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പുട്ട് റൈറ്റേഴ്സ് ഇവിടുന്ന് എക്സിറ്റ് ആവാൻ തുടങ്ങും. പുട്ട് റൈറ്റേഴ്സ് ഇവിടുത്തെ പുട്ട് റൈറ്റേഴ്സും മുകളിലെ പുട്ട് റൈറ്റേഴ്സും എക്സിറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്യും. അപ്പോൾ നമുക്ക് അത് അറൗണ്ട് 12:30 to 1:30 ഉള്ളിലാണ് ഈ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷാർപ്പ് മൂവ് അല്ലെങ്കിൽ ഒരു ജാക്ക് പോട്ട് മൂവ് ഇവിടെ ക്യാപ്ചർ ചെയ്യുക. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫിൻ നിഫ്റ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിനായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു ഫോൾസ് ഇതായിപ്പോയി. നിങ്ങളിപ്പം ട്രൈ ചെയ്യേണ്ടത് അറൗണ്ട് 10 to 15 ഇതില്ലത്. ഇപ്പം 52,000 ഇവിടുന്ന് പോകുമ്പോൾ 52,000 ഓപ്ഷൻ ചെയിനിൽ പോയി നോക്കിയതിന് ശേഷം പ്രൈസ് നോക്കുക. അറൗണ്ട് 200, 250, 300 ആ റേഞ്ചിലില്ലേ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ. അതായത് ദൂരെയില്ലേ ഏത് ഇപ്പം ഇവിടത്തേക്കാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുമ്പം ഇവിടത്തേക്കാണ് വരുന്നുണ്ടെങ്കിൽ ഈ കോള് പർച്ചേസ് ചെയ്യുക സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് അറൗണ്ട് 20 ഓർ ബിലോ ആയിരിക്കണം, 10 to 20. അതേപോലെ ഇവിടെയാണ് പ്രൈസ് മൂവ് ആവുന്നത്. ഇവിടുത്തെ പുട്ട് ബൈ ചെയ്യുക താഴേക്ക് വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ പുട്ടിൻ്റെ വാല്യൂ ഏകദേശം 20 റുപ്പീസിൻ്റെ താഴെയല്ലെങ്കിൽ അത് 20 ആവുമ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി. പക്ഷേ അല്ല അതിൽ കൂടുതലായിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പിന്നെ നിങ്ങൾ ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷനെല്ലാം നോക്കിയിട്ട് വേണം. ബട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഫോൾ വന്നിട്ട് ആ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീഴാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയല്ല മാർക്കറ്റ് ഇങ്ങനെ സ്ലോ ആയിട്ട് വന്നിട്ടാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക മാർക്കറ്റ് ഇവിടെ ജസ്റ്റ് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടിന് വന്നതാണ്. അങ്ങനെ അങ്ങ് ഒന്ന് ഇടം വരെ പോയിട്ട് അത് ഷാർപ്പായിട്ട് മുകളിലേക്ക് വന്നാലും എക്സ്പയറി ആയതുകൊണ്ട് മാർക്കറ്റ് പല വിധത്തിലും നമ്മളെ എക്സൈറ്റ് ചെയ്യാൻ നോക്കും. അതിലൊന്നും നമ്മൾ വീഴാതെ വേണം ഈ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് ബാങ്ക് നിഫ്റ്റിയിലെ മൂവ്. അടുത്ത നമുക്ക് നിഫ്റ്റിയിൽ എന്താണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് നോക്കാം. സോ നിഫ്റ്റീൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നിഫ്റ്റി ഈവൻ ഇന്ന് 24,000 ടെസ്റ്റ് ചെയ്ത് 24,050 ഒന്ന് ടെസ്റ്റ് ചെയ്തു മാർക്കറ്റ്. സോ ടുമാറോ എഗെയിൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഇതായി 24,130 പെട്ടെന്ന് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞെങ്കിൽ സ്മൂത്തായിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോൾ ബൈ ചെയ്യുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എഗെയിൻ എങ്ങനത്തെ ക്യാൻഡിലാണ് ഫോം ആവുന്നതെന്നില്ല നോക്കണം. ഇതേപോലത്തെ ഒരു ഹാമർ ക്യാൻഡിലാണ് ഫോം ആകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ അതായത് 24,050 താഴെയാണെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഫോള് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ബിക്കോസ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് വീഴുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ബട്ട് മുകളിലേക്ക് പോകുന്നത് സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോലും. ഓൺലി ഡ്യൂറിങ് എക്സ്പയറി മാർക്കറ്റ് കോൾ റൈറ്റേഴ്സ് എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ആർക്കും പിടി കൊടുക്കാത്തൊരു പോക്ക് പോവുക. ഈവൻ എക്സ്പയറിയിൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവും. നോർമലി ഒരു കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇവിടെ ആ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിൻ്റെ ഓപ്ഷൻ ചെയിൻ വന്നിട്ട് നോക്കുക. അവിടെ നിഫ്റ്റിൻ്റെ ഓപ്ഷൻ ചെയിനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 24,000 മാക്സിമം പുട്ട് റൈറ്റേഴ്സിൽ. അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് 24,000 അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് 24,200
കോൾ റൈറ്റേഴ്സ് ഉള്ളത്. പിന്നെ ഈ ഒരു പൊസിഷൻ 24,100 to 24,150 ഈക്വൽ ഷെയർസ് ഓഫ് കോളും പുട്ട് റൈറ്റേഴ്സും ഉണ്ട്. അപ്പം ഈ ഒരു പൊസിഷനിൽ ഇന്ന് ഓൾറെഡി ഡൗൺ ട്രെൻഡ് ഒന്ന് 24,000 ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് വന്നു 24,050 വന്നുകൊണ്ട് എഗെയിൻ പോസിബിലിറ്റി മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം പെട്ടെന്നൊന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ബിക്കോസ് ഇവർ പൊസിഷൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും 24,130 150 ഉള്ളിലേക്ക്. അതിനുശേഷം ഇവിടെ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്, ഈ രണ്ടുപേര് എങ്ങനെയാണ് നാളെ മറ്റന്നാൾ നിഫ്റ്റീൻ്റെ എക്സ്പയറി ആണ്. സോ ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ എക്സിറ്റ് ആവുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ട്രേഡ് ഇരിക്കുക. സോ എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിൽ 23,800 900 അവിടെയൊക്കെ ഓൾറെഡി കോൾ റൈറ്റേഴ്സ് എക്സിറ്റ് ആയിക്കഴിഞ്ഞ് അറൗണ്ട് 24,050 വരെ എക്സിറ്റ് ആയി. നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ഓപ്ഷൻ ചെയിനിൽ കാണിക്കുന്നത്. നാളെ മോർണിംഗ് സെക്ഷനിൽ ഓപ്ഷൻ ചെയിൻ നിഫ്റ്റിയിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മോർണിംഗിലൊന്ന് വന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു പൊസിഷൻസും അതേപോലെ ഈ ഒരു പൊസിഷൻസും എങ്ങനെയാണ് ഇല്ലെന്നില്ല, അതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ മൂവ്മെൻറ്റ്. അപ്പോൾ നിഫ്റ്റീൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് ഇവിടത്തേക്ക് വരും. അതിനുശേഷം ഇവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. ഇനി ഇതിൻ്റെ താഴെയാണ് ഗ്യാപ്പ് ഡൗൺ ആവുന്നത്, അതിന് ഇവിടെ ആണെങ്കിൽ പോലും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആവുക ചെയ്യുക. ബിക്കോസ് ഓൾറെഡി മാർക്കറ്റ് ലോയിലേക്ക് വന്നു. ഇത് W പാറ്റേൺ ആണ് ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോവർ ഹൈ ഹയർ ലോ ആണ് ഫോർമേഷനും. സോ ഇതൊരു ജസ്റ്റ് എൻ്റെ ഒരു വിശ്വാസം റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ താഴെ ഓപ്പൺ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് കാണിച്ചെന്ന് വരും. സോ നിങ്ങൾ അവിടെ ഏത് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസാണ് ഫോം ആവുന്നതെന്ന് നോക്കിയിട്ട് വേണം ഇവിടെ ട്രേഡ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് വളരെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നിങ്ങൾ വെച്ച് ആദ്യത്തെ 1 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുക പ്രത്യേകിച്ചിട്ട്. അത് നമുക്കൊന്ന് 1 മിനിറ്റിൽ ഇന്നത്തെ നോക്കാം. സോ ഇന്നത്തെ ട്രേഡ് നിങ്ങൾ 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ആദ്യത്തെ 1 മിനിറ്റിൽ ഒരു ഷാർപ്പ് റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിയതിന് ശേഷം പിന്നത്തെ ഒരു ക്യാൻഡിലിനും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ താഴെ തന്നെയാണ് പിന്നെ എല്ലാം ട്രേഡ് ചെയ്തത്. സോ ഇതേപോലത്തെ ഒരു ഫോർമേഷനാണ് ഏകദേശം നാളെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇതിൻ്റെ താഴെ ഞാൻ പറഞ്ഞ ഈ ഗ്രീൻ ലൈൻ്റെ 24,000 താഴെ ഫോം ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, വേഗം അവിടെ ഒരു പുട്ട് ഇനിഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി 23,992. സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾക്ക് 23,500 വരെ നോക്കാം. 23,800 പിന്നെ 23,500. അപ്പോൾ 23,600 വരെ മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഇഫ് ഇറ്റ് ബ്രേക്സ് 24,000 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 24,850 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് 23,600 വരെ പോകും. സോ അത് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണ് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അതുപോലെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ വൺസ് അഗെയിൻ കൺഫേം ആക്കുകയെന്ന് മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗൺ ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 24,050 ഉള്ളിൽ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു നല്ല സ്ട്രോങ് റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി വിടാം. ബിക്കോസ് ഓൾറെഡി ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പം ഓൾറെഡി ഇന്നത് ടെസ്റ്റും ചെയ്ത് എന്നിട്ട് റിവേഴ്സായി ഇതിൻ്റെ താഴെ പോകാൻ വിട്ടിട്ടില്ല. എഗെയിൻ ഇവിടെ വന്നിട്ട് മുകളിലേക്ക് പോകും. ഇതിൻ്റെ താഴെ ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ആവുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഫോൾസ് ബ്രേക്ക് ഔട്ടും തരാം. ഇവിടെ തന്ന പോലെ തന്നെ ഇവിടെ വന്നു എന്നിട്ടൊന്ന് മുകളിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വന്നു. ഇത് വന്നത് നോക്കണം, ഇങ്ങനെ സ്ലോയിലാണ് വന്നത്. അങ്ങനെ സ്ലോയിൽ വരാൻ പാടില്ല, ഷാർപ്പായിട്ട് തന്നെ വരണം. അങ്ങനെ ഷാർപ്പായി വന്നിട്ട് അതിന് ശേഷം ഫോം ചെയ്യുന്ന ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ നോക്കുക നിങ്ങൾ. അല്ലെ ഈവനിങ് ടൈമിൽ ഇവിടെ ആഫ്റ്റർനൂണിലൂടെ കൺസോൾഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മാക്സിമം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പ് ഡൗൺ ആണ്. എൻ്റെ ഒരു വിശ്വാസം നാളെ ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം മാർക്കറ്റ് ഈ ഒരു പൊസിഷനിലേക്ക് വരും. അവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു റേഞ്ച് ഫോം ആയതിനു ശേഷം അവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതായത് 200 till 100 അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ആ റേഞ്ച് ബ്രേക്ക് ഔട്ടിന് ശേഷമായിരിക്കും ഒരു നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവുക. നിഫ്റ്റി ഓൾറെഡി ഒരു പോസിറ്റീവ് ട്രെൻഡാണ് ആസ് പെർ ഓപ്ഷൻ ചെയിൻ, ബട്ട് ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ ആണെന്നില്ലേ. സോ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഇന്നത്തെ മാതിരിയല്ല ഫിൻ നിഫ്റ്റിയിൽ സംഭവിച്ച പോലെ ഒരു ജാക്ക് പോട്ട് ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാളെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും, അത് ടെലഗ്രാമിലും അപ്ഡേറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് നമ്മൾ ടെലഗ്രാം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളും കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഞാൻ ഭാഷ അത്ര ക്ലിയർ അല്ല മലയാളം, അതുകൊണ്ടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ മാക്സിമം കറക്ഷൻ ചെയ്യാൻ നോക്കാം. സോ വൺസ് അഗെയിൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.